എല്ലാവർക്കും സ്വാഗതം. മെയ് മാസം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതിൽ 3 പയലില് നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഏത് പയലാണോ ആ പയൽ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഈ പയൽ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു 3 ബ്രീത്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേണം പയൽ സെലക്ട് ചെയ്യുക. ഫയൽ നമ്പർ 1 സെലക്ട് ചെയ്തു. അത് നിങ്ങൾക്ക് ഇപ്പം നല്ലൊരു ടൈമായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളിപ്പം ജോലിയിൽ ബ്രേക്ക് നോക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. റിലേഷൻ ഇത് നമുക്കൊരു മാറ്റം ആയിട്ടുള്ള കാര്യം മാറ്റമുള്ളതായിട്ടാണ് നല്ലൊരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നല്ല നോളജുകൾ നിങ്ങളിലേക്ക് വരുന്നത്, പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ഉള്ളതായിട്ടുണ്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളിപ്പം നല്ലൊരു ആശയക്കുഴപ്പത്തിലും ഇവിടെയാണ്. ഇപ്പം പല കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും നിങ്ങൾക്കിപ്പം പല കാര്യങ്ങൾക്കും ഒരു വ്യക്തത കുറവ് കാണിക്കുന്നുണ്ട്. ഒരു ക്ലാരിറ്റി ഇല്ലായ്മയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏത് കാര്യങ്ങളാണ് ഈ പുറമേ കാണുന്ന പോലെ ആയിരിക്കത്തില്ല റിയാലിറ്റി. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണം തീരുമാനം എടുക്കാനും കൂടെ ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിച്ച് വേണം നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളും എടുക്കേണ്ടത്. അങ്ങനെ ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇന്നർ മൈൻഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നോ അത് അനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മളെ ശ്രദ്ധിക്കാനും ഈ കാർഡ് സൂചിപ്പിക്കുന്നില്ല. അപ്പം പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ മൈൻഡ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കാനും കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം എടുത്ത് നിങ്ങൾ ആലോചിക്കാനും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എല്ലാ അവസരങ്ങളും അതിനെല്ലാം പറ്റിയ നല്ല ടൈമാണ്. പക്ഷെ പിന്നെ വിദേശത്ത് പോകുന്നവർക്കും നല്ലൊരു ടൈമായിട്ടാണ് കാണുന്നത്. പിന്നെ പിന്നത്തെ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ എന്താ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ ഇപ്പം നിങ്ങൾക്കൊരു നിങ്ങൾ എടുക്കുന്ന എഫർട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു നിരാശ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെയൊക്കെ തോന്നാനുള്ള ഒരു ചാൻസ് വളരെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു താല്പര്യക്കുറവ്, മടുപ്പ്, ഇതൊക്കെ ഈ കാർഡിന്റെ അത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നിങ്ങളുടെ വിജയത്തിന്റെ അടുത്താണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് ക്വിറ്റ് ചെയ്യാതെ അത് നിങ്ങൾ മുമ്പോട്ട് പോകാനും ഈ കാർഡ്, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളെ പോസിറ്റിവിറ്റി ആർജിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇന്റർ മൈൻഡ്, നിങ്ങളുടെ ഇമോഷണലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇന്നർ മൈൻഡിൽ കൊള്ളുക, നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ സ്നേഹവും ദയൊക്കെ കാണിക്കാനും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഉം, ഉം,